A+2 സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ്. ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ഇത് എല്ലാവർക്കും വേണ്ടി നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ സന്തോഷം. പലർക്കും പലതും അറിയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉള്ളവർക്ക് ഇത്തരം വിവരങ്ങൾ അറിഞ്ഞാൽ അവർക്കത് പ്രയോജനപ്പെടും. ബാങ്ക് അക്കൗണ്ട് നമുക്ക് എത്രയുണ്ട്? ചില ആളുകൾക്ക് ഒരെണ്ണം, ചില ആളുകൾക്ക് 2, 3, 4, 6 എണ്ണം വരെ ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ള ആളുകളെ എനിക്കറിയാം. പല ബാങ്കുകളിലായിട്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടുകൾ ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ 2 വർഷമായി ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, അഥവാ ആ ബാങ്ക് അക്കൗണ്ടുകൾ നിശ്ചലമായിട്ടുള്ളതാണ്. നമ്മൾ അതിനകത്ത് ഒന്നും നടത്തിയിട്ടില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയില്ല, ട്രാൻസ്ഫർ നടത്തിയിട്ടില്ല, ഒന്നും നമ്മൾ ചെയ്യാതെ ഒരു നിർജീവമായ അക്കൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ആ അക്കൗണ്ട് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ അടിയന്തരമായി തീരുമാനിക്കണം. കാരണം ബാങ്ക് അക്കൗണ്ടുകൾ മുഖേനയുള്ള തട്ടിപ്പുകളൊക്കെ നമ്മുടെ നാട്ടിൽ പെരുകുന്നു എന്നുള്ളത് കൊണ്ട് നിശ്ചലമായി കിടക്കുന്ന, ഉപയോഗിക്കാത്ത, ഇൻഓപ്പറേറ്റീവായിട്ടുള്ള അക്കൗണ്ടുകൾ മുഖേന ചില തട്ടിപ്പുകൾ നടക്കുന്നതായി വാർത്ത പുറത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മൾ ഒരു അക്കൗണ്ട് ബാങ്കിൽ ഉണ്ട്, അത് അവിടെ നിശ്ചലമായി കിടക്കുകയാണ്. അങ്ങനെ എങ്കിൽ ആ അക്കൗണ്ടുകൾ കണ്ടുപിടിക്കാനുള്ള തന്ത്രമൊക്കെ ഈ ടെക്നിക്കൽ ഇറയിൽ എല്ലാവർക്കും അറിയാം. അവരത് ഉപയോഗിക്കും. ആ അക്കൗണ്ട് മുഖേന അവർ പണം കൈമാറ്റം ചെയ്യും. തട്ടിപ്പ് പല തരത്തിലുള്ളത് കൊണ്ട് നമ്മൾ അവസാനം പോലീസ് എത്തുമ്പോഴായിരിക്കും കാര്യം അറിയുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത അക്കൗണ്ടുകൾ ആദ്യം ഡിലീറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഇത് ഡിലീറ്റ് ചെയ്യാൻ? അപ്പോൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഏത് അക്കൗണ്ട് വേണം, ഏത് അക്കൗണ്ട് വേണ്ട എന്നുള്ളതാണ്. ഇനി 2 വർഷമായില്ല, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വെക്കുക. എങ്കിൽ പോലും നമുക്ക് ആവശ്യമില്ലെങ്കിൽ ആവശ്യമില്ലാത്ത അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക. എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ, ആവശ്യമില്ലാത്ത അക്കൗണ്ടുകൾ നിങ്ങൾ സൂക്ഷിക്കരുത്. അത് ഈ കാലഘട്ടത്തിൽ കുഴപ്പം പിടിച്ചതായതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത്. അപ്പോൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് അക്കൗണ്ട് വേണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് വേണ്ടാത്ത അക്കൗണ്ടുകൾ എല്ലാം ഡിലീറ്റ് ചെയ്യുക. അതിന് വേണ്ടത് ഡിലീറ്റ് ഫോറം എന്ന് പറഞ്ഞ് ഒന്നുണ്ട്. അത് ബാങ്കുകളുടെ, നിങ്ങളുടെ ബ്രാഞ്ചിലെത്തിയാൽ അവിടെ നിന്ന് വാങ്ങാം, ഇല്ലെങ്കിൽ ബാങ്കിൻ്റെ വെബ്സൈറ്റ് മുഖേനയും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതിനോടുകൂടി ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു തിരിച്ചറിയൽ രേഖ നിങ്ങൾ ഞാൻ ആദ്യം ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ആദ്യം പറയാം. നിങ്ങൾ ആദ്യം ഈ ഡെഡായി കിടക്കുന്ന അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ആദ്യം അതിനെ ആക്റ്റീവ് ആക്കണം, എന്നിട്ടേ ക്ലോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ തിരിച്ചറിയൽ രേഖ, ഐഡൻറ്റിറ്റി കാർഡ് നിങ്ങൾ നൽകണം. അതിൻ്റെ കോപ്പി നൽകിയാൽ മതി. അത് കൊടുത്തേ ക്ലോസ് ചെയ്യാൻ പറ്റൂ. അതിനോട് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡെബിറ്റ് കാർഡ് ആ അക്കൗണ്ടുമായി ലിങ്ക്ഡ് ആണെങ്കിൽ, അത് ആ അക്കൗണ്ട് മുഖേന എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കണം. പാസ്ബുക്ക് നിങ്ങൾ കൊടുക്കണമെന്നില്ല, ചെക്ക് ബുക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കണം. അങ്ങനെ ഇതെല്ലാം കൂടി നൽകിയാലേ നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ പണം ഉണ്ടോ, ആ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ആ പണം നിങ്ങൾ വിഡ്രാ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കുക. മറ്റൊന്ന്, എപ്പോഴൊക്കെ ഏതൊക്കെ അക്കൗണ്ടുകൾ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും? ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ അത് ഉടനെ ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ക്ലോസ് ചെയ്യാം, അതിൻ്റെ ചാർജ് വരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. 14 ദിവസം തീരുന്നതിന് മുമ്പ് ഒരു അക്കൗണ്ട് തുടങ്ങി 14 ദിവസത്തിനുള്ളിൽ നിങ്ങളത് ക്ലോസ് ചെയ്യണമെങ്കിൽ ചാർജ് കൊടുക്കേണ്ടതില്ല. 1 വർഷത്തിനുള്ളിലാണെങ്കിലും നിങ്ങൾ ചാർജ് കൊടുക്കേണ്ടതില്ല. 14 ദിവസത്തിന് മുമ്പ് അക്കൗണ്ട് തുടങ്ങി 14 ദിവസത്തിനകമാണെങ്കിൽ ചാർജ് ഇല്ല, ക്ലോസിംഗ് ചാർജ് ഇല്ല. 1 വർഷത്തിനുള്ളിലാണെങ്കിലും ചാർജ് ഇല്ല എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം കൂടി പറയാം. ഈ ക്ലോസ് ചെയ്യുന്ന അക്കൗണ്ട് വേറെ ഒരു അക്കൗണ്ടുമായിട്ടും നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാക്കണം. പ്രധാനമായും ചിലർ ഈ അക്കൗണ്ട് നമ്പർ ചിലപ്പം ലോണിന് വേണ്ടി നൽകിയിട്ടുണ്ടാകാം, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നൽകിയിട്ടുണ്ടാകാം, ഇൻഷുറൻസിൽ നൽകിയിട്ടുണ്ടാകാം, ക്രെഡിറ്റ് കാർഡിന് നൽകിയിട്ടുണ്ടാകാം, ഓൺലൈൻ ഷോപ്പിങ്ങിന് നൽകിയിട്ടുണ്ടാകാം, KSEBയിലെ ചാർജ് അടയ്ക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ടാവാം, വാട്ടർ ചാർജ് അടയ്ക്കുന്നതിന് നൽകിയിട്ടുണ്ടാവാം, ടാക്സസ് അടയ്ക്കുന്നതിന് വേണ്ടി ഈ നമ്പർ നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾ ഡീആക്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ നിലനിർത്തുന്ന ബാങ്ക് അക്കൗണ്ട് നൽകേണ്ടതുണ്ട്. അത് പ്രധാനമായും ശ്രദ്ധിക്കുക.
ഓർത്തിരിക്കുക. വേറെ ഒന്നുമായിട്ട് ഈ അക്കൗണ്ട് ലിങ്ക്ഡ് അല്ലെന്ന് ആദ്യം, അതായത് ക്യാൻസൽ ചെയ്യാൻ പോകുന്ന അക്കൗണ്ട് വേറെ അക്കൗണ്ടുകളുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കരുത്. അത് പിന്നീട് ലിങ്ക്ഡ് ആണെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യുമ്പോൾ പിന്നെ ഇതെല്ലാം ഒഴിവാക്കിയതിന് ശേഷമാണ്, ഇല്ലെങ്കിൽ അത് പുതിയ അക്കൗണ്ടിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ നിലവിലുള്ളത് ഒഴിവാക്കുകയും വേണം. നമ്മൾ ഒറ്റ കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ക്ലോസിംഗ് ഫോം നമ്മുടെ ബ്രാഞ്ചുകളിൽ കിട്ടും, ഇല്ലെങ്കിൽ വെബ്സൈറ്റിൽ കിട്ടും, നിങ്ങൾക്ക് ചെയ്യാം. ഒന്നാമത് നമ്മൾ ഒരാളെ ഉള്ളെങ്കിൽ നമ്മൾ മാത്രം ആ ഫോം ഒപ്പിട്ട് കൊടുത്താൽ മതി. ജോയിൻ്റ് ആണെങ്കിൽ എല്ലാവരും ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സൊക്കെ തന്നെ ആ ഫോമിൽ ഒപ്പിടേണ്ടിയും വരും എന്നുള്ളതും ഓർത്തിരിക്കുക. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ അത് ആദ്യമേ എത്രയും വേഗം ഒഴിവാക്കുന്നതാണ് ബുദ്ധി. അത് നിങ്ങൾ ചെയ്യുകയും ചെയ്യുക.